നമസ്കാരം, ഐശ്വര്യയാണ്. നമ്മളെല്ലാം വിഷമിപ്പിച്ചുകൊണ്ട് ജെൻസൺ യാത്രയായി ശ്രുതിയെ തനിച്ചാക്കിയിട്ട്. ഈ ജെൻസൺ എൻ്റെയോ നിങ്ങളുടെ ആരും അല്ലായിരിക്കും. പക്ഷേ നമ്മൾ വയനാട് ദുരന്തത്തിൽ അച്ഛനും അമ്മയും അനിയത്തിയും നഷ്ടപ്പെടുകയും കുടുംബത്തിലെ 9 പേര് നഷ്ടപ്പെട്ട കുട്ടിയാണ് ശ്രുതി. ശ്രുതിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് ഈ ജെൻസനുമായിട്ടാണ്. ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഈ കുട്ടിയുടെ കൈയും പിടിച്ച് ഈ ജെൻസൺ കൂടെയുണ്ട്. ആ കൈ അവൻ എവിടെയും വിടാറില്ല. കൈ വിടുമ്പോൾ അവൾക്ക് പേടിയാണെന്ന് അവൾ പറയാറുണ്ടായിരുന്നു. ആ കുട്ടി ഒരു ബാത്റൂമിൽ പോകുമ്പോൾ അതിൻ്റെ പുറത്ത് ഈ കൊച്ചൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൻ്റെത് ഉണ്ടായിരുന്നു. അത് വളരെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി. എല്ലാവരും നഷ്ടപ്പെട്ടെങ്കിൽ അവനെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇന്നലെ മെനങ്ങാന്ന് വൈകുന്നേരം ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 8:30 ആയപ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൈവം ഇല്ലയോ? ദൈവത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലയോ? ഇത്രയും നഷ്ടപ്പെട്ട് അവസാനമുള്ള അതിൻ്റെ അത്താണിയും കൂടെ അതിനോട് എടുത്തിട്ട് പോകാനും മാത്രം എന്ത് പാപം ആ കുട്ടി ഈ ചെറിയ പ്രായത്തിൽ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. നമ്മളാണെങ്കിൽ ആ അപകടത്തിൻ്റെ വീഡിയോ ഓടുന്നുണ്ട്, അത് നോക്കിക്കോണം. അത് ചുണ്ടയ്ക്കും കൽപ്പറ്റയ്ക്കും ഇടയ്ക്കുള്ള ഒരു വളവാണ്. ആ വളവിൽ ഈ ജെൻസൻ്റെ വണ്ടി പോകുന്ന സെയിം സൈഡിൽ നോർമൽ സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്. ഇത് റോങ് സൈഡിൽ കയറി വരികയാണ് ജെൻസൺ ചെയ്തത്. ഏത് ദുർബുദ്ധി, ഏത് നശിച്ച സമയത്താണോ ആ കൊച്ചിന് അങ്ങനെ കയറി വരാൻ തോന്നിയത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം, ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അമിത തിരക്ക്, ഒരു ശകലം, ഒരു സെക്കൻഡ്, എന്ത് കാര്യത്തിനാണോ അവൻ ആ കയറി വരുന്നത്, വീഡിയോ നോക്കിയാൽ റോങ് സൈഡിൽ കയറി വരികയാണ്. എന്തിനു വേണ്ടിയാണോ അങ്ങനെ അവനെ ആ ഒരു ബുദ്ധി തോന്നിയത്. കാര്യം നമ്മൾ എത്ര സൂക്ഷിച്ചാലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവൻ ഭ്രാന്തരാണെന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. നമ്മൾ ഓരോരുത്തരും കാര്യം നഷ്ടപ്പെടാനൊന്നും ഇല്ല എന്നൊക്കെ പറയും. നഷ്ടപ്പെടുമ്പോൾ അറിയാം, ഓരോരുത്തർക്കും പ്രിയപ്പെട്ടാണ്. ഒരു ജീവിതത്തെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഓരോരുത്തരും. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിക്കോണം. ഞാൻ ആലോചിക്കുകയാണ്, അവരുടെ വീഡിയോ കണ്ടപ്പോൾ ഈ കൊച്ചൻ പറയുന്നുണ്ട്, അവൾക്കൊരു വീട് വേണം, കാര്യം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ ആ വീഡിയോ കണ്ട അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവനെന്ത് സംഭവിക്കാൻ, ആ നെഗറ്റീവായിട്ട് അങ്ങനെ ആ കൊച്ചനെൻ്റെ മനസ്സിലൊരു തിങ്കിങ് വന്നതായിരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊക്കെ എങ്ങനെ ഈ കൊച്ച് താങ്ങുമെന്ന് ഞാൻ ആലോചിക്കുക. നമ്മളുടെയൊക്കെ അവസ്ഥയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതെന്ത് ദൈവം ഇങ്ങനെ കാണിക്കുന്നത്? ഇനി അതിനെ എങ്ങനെ ഓവർകം ചെയ്യും എനിക്കറിയില്ല. ആ കൊച്ചിനെ ഇപ്പോഴാണ് ശരിക്കും അവൾ അനാഥയായി പോയത്. ആ കൊച്ചിനെ മൂപ്പൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ചുമയ്ക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. തലച്ചോറ് മൂവായെന്ന് കുറച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. രാവിലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ തന്നെ എനിക്ക് വിഷമമുണ്ട്. ഇന്നലെ രാത്രി മൊത്തം ചിന്തയിൽ ഇതായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത്, ഈ വീഡിയോ ഇടാനുള്ള കാരണം, നമ്മൾ ഓരോരുത്തരും വണ്ടിയിൽ കയറുമ്പോൾ ഓർക്കുക, നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നവൻ ഒരു ബോധവും ഇല്ലാത്തവനാണ്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവൻ എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നത് നമുക്കൊരു ബോധ്യവും ഇല്ല. ഇപ്പം തന്നെ ആ വളവിന് അവൻ നോർമലി ഉള്ള ഒരു ഇതിൽ കൂടി ആയിരുന്നെങ്കിൽ ആ അപകടം ഉണ്ടാവില്ല. സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്നു. അതിനെക്കൊണ്ട് ആ സെക്കൻഡിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, നമുക്ക് ഇല്ല എന്ന് ആ വളവ് കയറിപ്പോകാം എന്നുള്ളൊരു ചിന്ത നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് വളരെ ശ്രദ്ധിക്കണം. ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് അങ്ങനെ നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും നമ്മൾ ഓരോരുത്തരെയും കാത്ത് ഓരോരുത്തർ അത്താണിയാണെന്നേ, പരസ്പരം പൂരകങ്ങളാണ്. ഒന്നില്ലാതെ ഒന്നിന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഒട്ടും മനസ്സോടെയല്ല ഞാൻ ചെയ്യുന്നത്. എന്നാലും നമ്മളെല്ലാവരും ഇത് നമ്മളുടെ എല്ലാവരുടെ മനസ്സിൽ വേണം, ഇങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും എന്നുള്ളത്. നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി, അവൾക്ക് ധൈര്യം ഉണ്ടാകാൻ വേണ്ടി, അവൾക്ക് ജീവിക്കാനുള്ളൊരു വഴി തുറക്കാൻ, എനിക്കറിയില്ല എന്താ പറയണ്ടേ, പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ.